നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിനെ പൊട്ടിച്ചു. അർജന്റീന പാരീസിലേക്ക് ടിക്കറ്റ് എടുത്തു. അതെ, ഒളിമ്പിക്സിന് യോഗ്യത നേടി. ബ്രസീലിനെ തോൽപ്പിക്കുക എന്ന ഒറ്റ വഴി മാത്രമേ അർജന്റീനയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീലിനാവട്ടെ സമനില കിട്ടിയാൽ പോലും ഒളിമ്പിക്സിന് യോഗ്യത ലഭിക്കുമായിരുന്നു. പക്ഷേ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുന്നു. ലൂസിയാനോ ഗുണ്ടുവാണ് അവർക്ക് വേണ്ടി വിജയ ഗോൾ കണ്ടെത്തിയത്. അതോടുകൂടി കോൺമെബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയറിൻ്റെ ഫൈനൽ റൗണ്ടിൽ 2ാം സ്ഥാനവും കൊണ്ട് അർജന്റീന പാരീസിലേക്ക് ടിക്കറ്റ് എടുത്തു. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എൻട്രിക്കാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തോടൊപ്പം ജോൺ കെന്നഡിയെ ഇറക്കാത്തതിന് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോച്ച് എന്താണ് ഉദ്ദേശിച്ചത് എന്നത് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറുഭാഗത്താവട്ടെ ലൂസിയാനോ ഗുണ്ടവും മെദിനയും തിയാഗോ അൽമേഡയും സാൻഡി കാസ്ട്രോയും ഒക്കെ ഒരുമിച്ചുകൊണ്ട് അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. അവർ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. എൻട്രിക്കിന് നല്ല രൂപത്തിൽ അർജന്റീനയുടെ താരങ്ങൾ പൂട്ടുകയും ചെയ്തു. അത് എടുത്തു പറയണം. സ്ഫോർസയുടെ പ്രകടനമൊക്കെ എടുത്തു പറയണം. 2ാം പകുതിയിൽ 78ാമത്തെ മിനിറ്റിൽ ലൂസിയാനോ ഗോളടിച്ചതോടെ അർജന്റീന വിജയം ഉറപ്പാക്കിയായിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയത്തോടെ ബ്രസീലിനെ ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കി. ഇപ്പം കഴിഞ്ഞ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡൽ ജേതാക്കളാണ് ബ്രസീൽ. ആ ബ്രസീലിന് പാരീസിലേക്ക് ടിക്കറ്റ് ഇല്ല. അർജന്റീന ഇതാ പാരീസിലേക്ക് പോകുന്നു. എന്തായാലും കോൺമെബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയർ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 3 കളികളിൽ നിന്ന് 2 വിജയം, 1 സമനില, 7 പോയിന്റോടെ പരാഗ്വേ 1ാം സ്ഥാനത്ത്, 3 കളികളിൽ നിന്ന് 5 പോയിന്റോടെ അർജന്റീന 2ാമത്. ആദ്യ 2 സ്ഥാനക്കാർ പാരീസിലേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.